ഇതിലൂടെ നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ഇതേപോലത്തെ 4,22,00,000 രൂപ വരുമാനം കിട്ടാൻ എത്ര രൂപയാണ് ഞാൻ ചെലവാക്കേണ്ടത്? അതായത് മിനിമം 10 ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, എങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപ ഉണ്ടാക്കുന്നത്? ഇവിടെയാണ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വെറും 2,000 രൂപ വെച്ച് മാസം അടച്ചുകൊണ്ട് 11 മാസം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ 15,000 രൂപ വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണോ, അതിൽ നിന്നും 20% നമ്മൾ മാറ്റി വെക്കാം. 15,000 രൂപ 20% എന്ന് പറഞ്ഞാൽ എത്രയിലുണ്ടോ? 15,000 രൂപയുടെ 20% 3,000 രൂപ. ഓക്കെ, ആ ഒരു 3,000 രൂപ നമ്മൾ മാറ്റി വെക്കുമ്പോൾ കമ്പനി പറയുന്നു 2,000 രൂപ നിങ്ങൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാം. ഓക്കെ, ഈ 2,000 രൂപ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റുമ്പോൾ അവിടെ മന്ത്ലി 2,000 രൂപ വെച്ചിട്ട് 11 മാസം കൊണ്ട് നമ്മൾ അടയ്ക്കുന്ന തുക 22,000 രൂപ, ബോണസ് ആയിട്ട് 1,000 രൂപ കിട്ടുകയാണ്. അപ്പൊ ടോട്ടൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് 23,000 രൂപ. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ടിസ്റ്റിലേക്ക് പോണത്. ഇവിടെ 11 മാസം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ 23,000 രൂപയുണ്ട്. ഈ 23,000 രൂപ നമ്മൾക്ക് 3 തരത്തിൽ ഉപയോഗിക്കാം. 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, പർച്ചേസ് ഗോൾഡ്, 23,000 രൂപയുടെ സ്വർണം വാങ്ങാം. ഓപ്ഷൻ നമ്പർ 2, നിങ്ങൾക്ക് ഹോം അപ്ലയൻസോ കിച്ചൺ അപ്ലയൻസോ ഇലക്ട്രോണിക്സോ അങ്ങനെ എന്ത് വേണം, ഇപ്പൊ മൊബൈൽ ഫോൺ എന്ത് വേണമെങ്കിലും ഈ പണം കൊണ്ട് മേടിക്കാം. ഓപ്ഷൻ നമ്പർ 3, ബിക്കം എ റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ. നിങ്ങള് ജസ്പേഡിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് പാർട്ട്ണർ ആയിട്ട് മാറും. ഈ 3 ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഗോൾഡ് വാങ്ങിയ എന്താ ഗുണം? 23,000 രൂപ സ്വർണം മേടിച്ചാൽ ഒരു പക്ഷെ അടുത്ത കൊല്ലോ അല്ലെ ഡബിൾ അതിന്റെ അതിന്റെ പകുതിക്ക് വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ മേടിച്ചാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് TV ഫ്രിഡ്ജ് മേടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആയി കഴിഞ്ഞാൽ എന്താണ് ഗുണം? ഇവിടെ 23,000 രൂപ നമ്മുടെ ഈ ഒരു ലാൻഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഒരു പാർട്ട്ണർ ആയാൽ ഇവിടെ ആ 23,000 രൂപ 3 to 6 മന്ത് കൊണ്ട്, കമ്പനി പറയുന്നത് 80 മാസമാണെങ്കിൽ കൂടെ ആ ഒരു 3 to 6 മന്ത് കൊണ്ട് ആ 23,000 രൂപ 46,000 രൂപയായിട്ടും ആ 46,000 റീഇൻവെസ്റ്റ് ചെയ്താൽ അത് 92,000 രൂപയായിട്ടും ആ 92,000 രൂപ റീഇൻവെസ്റ്റ് ചെയ്താൽ അത് 1,84,000 രൂപയായിട്ടും ആ 1,84 റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 368 ആയിട്ടും ആ 368 അടുത്ത പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ 7,36,000 രൂപയായിട്ടും ആ 7,36 ഏഴാമത്തെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 14,72,000 രൂപയായിട്ട് അത് മാറുകയാണ്. ഇവിടെ ഒരു 2-3 വർഷം കൊണ്ട് നടക്കുന്ന അല്ലെ, നിങ്ങളുടെ 23,000 രൂപ 14,72,000 രൂപയായിട്ട് റിയൽ എസ്റ്റേറ്റിലെ ലാൻഡിലേക്ക് ഒരു പാർട്ട്ണർ ആയിട്ട് മാറുമ്പോൾ കിട്ടുന്ന ഒരു തുകയാണ് 14,72,000 രൂപ. ഈ 14,72,000 രൂപയിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ മുടക്കി നമ്മൾ ഈ ഒരു പ്രൊജക്ട് സ്വന്തമാക്കുമ്പോൾ ഈ പ്രൊജക്ട് 12 മുതൽ 15 വർഷം കൊണ്ട് 4,22,00,000 രൂപ ഇതിൽ നിന്ന് റിട്ടേൺ നമ്മുടെ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുകയാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന 5 ലക്ഷം രൂപ നമ്മൾ വീണ്ടും നമ്മുടെ ലാൻഡിലേക്ക് പാർട്ട്ണർ എടുത്തുകൊണ്ട് റീഇൻവെസ്റ്റ് ചെയ്യുന്നു. അവിടെ 8ാമത്തെ പ്രൊജക്റ്റിലേക്ക് ഒരു 5 ലക്ഷം, അത് 9ാം പ്രൊജക്റ്റിലേക്ക് ഒരു 10 ലക്ഷം രൂപ ആയിട്ട് മാറുന്നു. ആ 10 ലക്ഷം പിന്നീട് 10ലേക്ക് വരുമ്പോൾ 20 ലക്ഷം രൂപയും ആ 20 ലക്ഷം രൂപ 40 ലക്ഷം രൂപയും ആ 40 ലക്ഷം രൂപ 80 ലക്ഷം രൂപയായിട്ടും 13ാമത്തെ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അത് 1,60,00,000 രൂപയായിട്ട് മാറുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിവിടെ വരുന്ന ഒരു 3 മുതൽ 15 വർഷം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ സമ്പാദിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഉള്ള സാലറി വെറും 15,000 രൂപയാണെങ്കിൽ പോലും 2,000 രൂപ അതിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വരുന്ന 3 വർഷം മുതൽ 15 വർഷം കൊണ്ട് സേവിങ്സിലൂടെ നിങ്ങൾ കിട്ടുന്ന, അതായത് സ്റ്റാൻഡിംഗ് ടിമ്പേഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു തുകയാണ് 4,22,00,000 രൂപയും അതോടൊപ്പം തന്നെ 5 സെന്റ് സ്ഥലം അവിടെ നിങ്ങളുടെ കൂടെയുണ്ട്. മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് 1,60,00,000 രൂപ. ഇതില് 1,60,00,000 രൂപ ജസ്പേഡ് കമ്പനിയുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ കിട്ടുമ്പോൾ ഈ 4,22,00,000 രൂപ ലഭിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലെ. നമ്മളിത് ചന്ദനം വളർത്തി ഇവിടെ നമുക്ക് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു, തഹസിൽദാർ വരുന്നു, മുറിച്ചുകൊണ്ട് പോകുന്നു, ട്രഷറി പോയിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലൂടെ ഏകദേശം 5,82,00,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ
വീണ്ടും നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജോലിയിലൂടെ. അതോടൊപ്പം തന്നെ ഇവിടെ കമ്പനി തുറന്ന മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയും എന്ന ഒരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഇത് 4 പേരെടുത്ത്, നിങ്ങളുടെ 4 ഫ്രണ്ട്സിന്റെ അടുത്തോ 4 ബന്ധുക്കളുടെ അടുത്തോ നെയ്ബേഴ്സിന്റെ അടുത്തോ ഇതൊന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇതൊന്ന് അവരും ഇതേപോലെ ഒരു 7 സ്റ്റേജ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഇതിലൂടെ 33,79,360 രൂപയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ 5,82,00,000 രൂപയും അതോടൊപ്പം തന്നെ 33 ലക്ഷം രൂപയും ഏകദേശം 6 കോടിക്ക് മേലെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരേ സ്വപ്നങ്ങളുണ്ട് അല്ലെ? അപ്പൊ നമ്മൾക്ക് പഠിച്ചിട്ടുണ്ട് ബേസിക് നീഡ്സ്, സേഫ്റ്റി നീഡ്സ് അല്ലെ? ഒരു കാരണവശാലും നിങ്ങളൊന്നും എത്തിപ്പെടാത്ത ഒരു മേഖലയാണ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ എന്താണ്, നിങ്ങൾക്കൊരു ലക്ഷറി വീട്, ലക്ഷറി കാർ, ലക്ഷറി ഡ്രസ്സുകൾ, ലക്ഷറി ഫുഡ് ഇവയെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വലിയ അല്ലെ ഉയർച്ചയിലേക്കാണ് വെറും 2000 രൂപ കൊണ്ട് കമ്പനി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ തുറന്നു തരുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിച്ചാൽ ക്ലിയർ ചെയ്തുതരാം. ഇവിടെ ഞാനിപ്പോൾ സംസാരിച്ചത് നിങ്ങൾ 3 തരത്തിൽ കേൾക്കാൻ പറഞ്ഞിരുന്നു. 1, ഒരു സ്റ്റുഡന്റിനെ പോലെ കേട്ട് മനസ്സിലാക്കാം. 2, ഒരു ടീച്ചറെ പോലെ കേട്ട് മനസ്സിലാക്കി ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. 3, ഒരു ബിസിനസ്സുകാരനെ പോലെ മനസ്സിലാക്കി